ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോൾഡബിൾ ഫോൺ വേണം, അതുപോലെ തന്നെ ബഡ്ജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ടെക്നോ ഫാൻറ്റം വി ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. ഇതൊരു ക്ലാംഷെൽ ഫോൾഡബിൾ ഫോണാണ്. 32,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ ഈ ഫോൾഡബിൾ ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൾഡബിൾ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൾഡബിൾ ഫോണാണ്. അപ്പോൾ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 6.9 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ LTPO എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1000 നിറ്റ്സ് ആണ്. പിന്നെ പുറത്തും ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പുറത്ത് സർക്കുലർ ഡിസൈനിൽ വരുന്ന ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പുറത്ത് 1.32 ഇഞ്ചിന്റെ ഒരു ചെറിയ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 466x466 ആണ്. ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് 800 നിറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8050 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അപ്പോൾ തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 8GB റാമും 256GB ഇന്റേണലാണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ 4000 mAh ബാറ്ററിക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡും കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ വിലയാണ്. ഈ ഒരു ഫോൺ ഇപ്പം 31,999 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ആമസോണിൽ ഇപ്പം അവൈലബിൾ ആണ്. ഈ ഒരു ഫോണിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ ഇനീഷ്യലി ലോഞ്ച് ചെയ്തിരുന്നത് 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. അപ്പം ആ ഒരു പ്രൈസിംഗ് ആണ് ഇപ്പം 32,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷനൊക്കെ തന്നെ ആയിരിക്കുമെന്ന് പറയാവുന്നതാണ്. എന്തായാലും ടെക്നോ ഫാൻറ്റം വി ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോൺ ഇപ്പം 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.